പക്ഷേ പുറത്തുനിന്ന് വന്ന ഞാനല്ല അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പറയാൻ അർഹതയുള്ള ആളുകൾ. സൂദൻ സാർ അടക്കമുള്ള ആളുകൾ അദ്ദേഹവുമായിട്ട് അങ്ങേയറ്റത്തെ വ്യക്തിബന്ധമുള്ള ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ച് കേട്ട ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹം നിർഭയനായൊരു പോരാളിയായിരുന്നു. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ആത്മാവിനെ സ്വന്തം ആത്മാവിനോട് ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം നമ്മുടെ പ്രസ്ഥാനത്തെ ഒരുപാട് കാലം ഈ ചേർത്തല പ്രദേശത്ത് മുന്നോട്ട് കൊണ്ടുപോയി. ഇന്നിപ്പോൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരൊക്കെ ഇവിടെ വേദിയിലുണ്ട്. പക്ഷെ അന്ന് ഇതിനേക്കാൾ അധികാരവും ഇതിനേക്കാൾ സാമൂഹ്യ അംഗീകാരവുമുള്ള ഒരു പദവിയായിരുന്നു കോൺഗ്രസിൻ്റെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എന്ന് പറയുന്ന പദവി. ഇന്നത്തെ ആളുകൾ വ്യക്തിപരമായി മോശക്കാരാണെന്നുള്ളതുകൊണ്ടല്ല, കാലഘട്ടം മാറിയതിൻ്റെ ഒരു മാറ്റം നമ്മൾ ഉൾക്കൊള്ളുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ കോൺഗ്രസ്സിനെ ഈ നാട്ടിലെ ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി നോക്കിക്കണ്ടിരുന്നൊരു കാലത്ത് ഈ ചേർത്തല നിയോജക മണ്ഡലത്തിൽ മുഴുവൻ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായി ഞാൻ നോക്കിക്കാണുന്നത്. ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ആ ഒരു വ്യക്തിയെ മാത്രമല്ല, ആ ഒരു കുടുംബത്തെ മുഴുവനായിട്ട് ബാധിക്കുകയാണ്. ഡയാലിസിസിന് വിധേയരാവേണ്ടി വരിക എന്ന് പറയുന്നതോടുകൂടി ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ താളക്രമം തന്നെ മാറുകയാണ്. പിന്നീട് ആയുഷ്കാലം മുഴുവൻ, ബാക്കിയുള്ള ജീവിതം മുഴുവൻ ഒരുപക്ഷെ ഒരു പ്രത്യേക രീതിയിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ, ജീവിതത്തെ തന്നെ മാറ്റി തീർക്കേണ്ടതായിട്ട് വരികയാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിന് വേണ്ടി അവർക്കും മുഴുവൻ എല്ലാ നിലയ്ക്കുമുള്ള സഹായം ചെയ്യുക എന്നത് ട്രസ്റ്റിനെ സംബന്ധിച്ചോ ഇതുപോലുള്ള കൂട്ടായ്മയെ സംബന്ധിച്ചോ പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും അവരോടൊപ്പം നിൽക്കാൻ ഈ പ്രസ്ഥാനം തയ്യാറാകുന്നു എന്നുള്ളതാണ് ഏറ്റവും അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യം. അങ്ങനെ ഒരു നല്ല പ്രവർത്തനത്തിന് ഒരു സഹായം എല്ലാ മാസവും അത്തരത്തിലുള്ള വൃക്കരോഗികൾക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം കൂടി നിങ്ങളുടെ ഈ ചാരിറ്റബിൾ സൊസൈറ്റി ഏറ്റെടുക്കുന്നു എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ട് ഞാൻ നോക്കിക്കാണുകയാണ്. ഇങ്ങനെയാണ് കോൺഗ്രസ് ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിനകത്തേക്ക് തിരിച്ചു വരേണ്ടത് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കുക. കോൺഗ്രസ് ഈ നാടിന്റെ വികാരമാണ്. ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തെ രൂപപ്പെടുത്തിയ പ്രസ്ഥാനമാണ്. ഈ രാജ്യത്ത് ശരിയായ രീതിയിലുള്ള ഒരു ദേശീയത സങ്കല്പത്തെ വളർത്തിയെടുത്ത പ്രസ്ഥാനമാണ്. 139 വർഷത്തെ കോൺഗ്രസിന്റെ ചരിത്രം ഒരുപക്ഷെ ഏറ്റവും കൃത്യമായി പറയാൻ കഴിയുന്ന ആളാണ് സൂദൻ സാർ. ഞാൻ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല. പക്ഷെ 1785 മുതലുള്ള കോൺഗ്രസിന്റെ ചരിത്രം ഓരോന്നെടുത്ത് നോക്കുമ്പോഴും ഈ 137 വർഷവും അനുസൃതമായി തുടരുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. അത് ഈ രാജ്യത്ത് മുഴുവൻ ജനങ്ങളെയും ഒരു മാലയിലെ പുഷ്പങ്ങളെ പോലെ കോർത്തുണക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടേതാണ് എന്നുള്ള തിരിച്ചറിവാണ്. കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണം 72ആയിരുന്നു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് 1885 ബോംബെയിലെ ഗോകുൽദാസ് ദേശ്പാൽ സംസ്കൃത കോളേജിന്റെ അങ്കണത്തിൽ ചേർന്ന ആദ്യ യോഗത്തിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണം 72ആയിരുന്നു. ആദ്യ യോഗം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കെതിരായിട്ട് വിമർശനം ഉയർന്നു. ഇതാ കോൺഗ്രസ് എന്ന് പറയുന്നത് അങ്ങനെ മുഴുവൻ ആളുകളുടെയും സംഘടനയല്ല, ബംഗാളിലെ ബ്രാഹ്മണരുടെ സംഘടനയാണ്. ആക്ഷേപം ഉണ്ടായിരുന്നു. കാരണം അത് ആദ്യ യോഗത്തിൽ പങ്കെടുത്ത കുറെ ആളുകൾ ബംഗാളിൽ അറിയപ്പെടുന്ന സവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് എന്ത് ചെയ്തു എന്നറിയോ? തൊട്ടടുത്ത 1786 സമ്മേളനം തൊട്ട് വളരെ ബോധപൂർവമായിട്ട് തന്നെ കൂടുതൽ ആളുകളെ സമൂഹത്തിന്റെ വിവിധ വിഭാഗങ്ങളുടെ പ്രതിനിധികളായി ഉൾപ്പെടുത്താനുള്ള തീരുമാനമാണ്. ആദ്യ യോഗത്തിൽ പങ്കെടുത്തവരും 2 മുസ്ലിങ്ങളാണ്. പക്ഷെ അത് അടുത്ത യോഗമായപ്പോൾ 15ആയി, 60ആയി, 100ആയി, 110ആയി. അങ്ങനെ ഇന്ത്യയിലെ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും സംഘടന എന്ന നിലയിൽ മാത്രമല്ല, അന്ന് ഡിപ്രസ്ഡ് ക്ലാസസ് എന്ന് വിശേഷിപ്പിച്ചിരുന്ന ഇന്നത്തെ ദലിത് പിന്നോക്ക വിഭാഗങ്ങളുടെ ഒക്കെ പ്രാതിനിധ്യം ഓരോ ഘട്ടത്തിലും ഉറപ്പുവരുത്തുകയും അത് വർദ്ധിപ്പിക്കുകയും ആ നിലയിൽ
എല്ലാ നിലയ്ക്കും ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തെ പൂർണ്ണമായി പ്രതിഫലിപ്പിക്കുന്ന ഒരു സംഘടനയായി മാറുകയും ചെയ്യുക എന്നുള്ളതാണ് കോൺഗ്രസ് തുടക്കം മുതൽ തന്നെ ശ്രദ്ധിച്ചത്.